പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഈ സായം സന്ധ്യയിൽ അല്പനേരം നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം ഷെയർ ചെയ്യുവാൻ കർത്താവ് നമ്മൾ സാവകാശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിയുന്ന പോലെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ ഓൺലൈൻ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷനിൽ എനിക്കും ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പേജിൻ്റെ ചീഫ് അഡ്മിൻ, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ക്രിസ്തുയേശുവിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ലഭിക്കപ്പെട്ടിരിക്കുന്ന വിഷയം കാൽവരി ക്രൂശ് മരണവും കൃപായുഗവും എന്ന് പറയുന്നൊരു വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. എനിക്ക് മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്നതും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതുമായ വിഷയം. നമുക്കറിയാം, ഈ ഒരു വിഷയം കർത്താവിൻ്റെ കാൽവരി ക്രൂശും ശേഷം ഉള്ളതാണല്ലോ കൃപായുഗം. കഴിഞ്ഞ 14-ാം തീയതി മുതൽ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, ലോകത്ത് പല മഹത് വ്യക്തികൾ ജനിച്ചിട്ടുണ്ട്. അവരൊക്കെ ലോകത്തോട് പറഞ്ഞത് ലോകത്തിന് സമാധാനം കൊടുക്കാമെന്നും ലോകത്തെ രക്ഷിക്കാമെന്നൊക്കെയാണ്. നമുക്കറിയാം, BCE 540 വർദ്ധമാന മഹാവീരൻ ജനിക്കുന്നത്. BCE 563 ശ്രീബുദ്ധൻ ജനിക്കുന്നത്. ഇത് കൂടാതെ നമുക്കറിയാം ഗുരു നാനാക്ക് ഉണ്ട്, കൺഫ്യൂഷ്യസ് ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മുഹമ്മദ് നബിയുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ദശാവതാരം പ്രസ്താവിക്കുന്ന ഹിന്ദുയിസം, മത്സ്യം, കൂർമ്മം, വരാഹശ്ച, നരസിംഹശ്ച, വാമന, രാമോ രാമശ്ച കൽക്കി, ജനാർദ്ദന കൽക്കി, ഇങ്ങനെയുള്ള ദശാവതാരം, 10 അവതാരം ഹിന്ദു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ 10 ദശാവതാരം എന്ന് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നത് 33 വർഷം മാത്രം ലോകത്ത് ജീവിച്ചു. ചരിത്രത്തെ 2ആയിട്ട് വിഭജിച്ചു. AD എന്നും BC എന്നും AD എന്നും ചരിത്രത്തെ 2ആയിട്ട് വിഭജിച്ചു. അതുപോലെ തന്നെ താൻ യാത്ര ചെയ്തത് ഏതാണ്ട് 25-30 കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ്. ശാസ്ത്രം പഠിക്കാതെ ശാസ്ത്രം പ്രസ്താവിച്ചു. അതുപോലെ തന്നെ ചരിത്രകർത്താവ്. എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2000 വർഷം പിന്നിട്ടെങ്കിലും ഇന്നും ലക്ഷോപലക്ഷം മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള വാക്കുകൾ 2000 വർഷം പിന്നിട്ടെങ്കിലും അത് അവരുടെ മനസ്സിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റു പലതും നമ്മൾ കമ്പയർ ചെയ്യണം, പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ബൈബിളിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ നമുക്കറിയാം, പഴയ നിയമം 39 പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ഏകസത്യ ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അത് മലാക്കി കഴിയുന്നതിന് ശേഷം, മലാക്കി പുസ്തകം അവസാനിക്കുന്നതിന് ശേഷം നമുക്കറിയാം പുതിയ നിയമം ആരംഭിക്കുക. ഇവിടെ മനുഷ്യന്റെ സൃഷ്ടി മുതൽ മനുഷ്യന്റെ പാപം മൂലമുള്ള വീഴ്ച വരെ ഉള്ള ഒരു യുഗത്തെയാണ് നമ്മൾ ആദ്യം കാണുക. അതാണ് നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഈ യുഗത്തിൽ മനുഷ്യൻ പാപം എന്തെന്നറിഞ്ഞിരുന്നില്ല. കാരണം ദൈവം അവരുടെ കൂടെ വസിക്കുക. അവർ ഏതും തോട്ടത്തിലായിരുന്നു അവർ വസിച്ചു കൊണ്ടിരുന്നത്. ദൈവം അവരുടെ കൂടെ വസിക്കുക. അവർ പാപം എന്തെന്ന് അവർക്കറിയുന്നില്ല. എന്നാൽ ആ ഏതൻ തോട്ടത്തിൽ അവരെ വഞ്ചിക്കുവാൻ ആര് കടന്നു വന്നു? സാത്താൻ കടന്നു വന്നു. അങ്ങനെ സാത്താൻ മൂലം അവർ പാപം ചെയ്തു. അവരിപ്പോൾ എവിടെയാണെന്നറിയാമോ? തോട്ടത്തിന് വെളിയിലായി. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, തോട്ടത്തിന് വെളിയിലായി.
ശേഷം പ്രിയമുള്ളവരെ, ആദാം മുതൽ നോഹ വരെയുള്ള 10 തലമുറ അതേതൊക്കെയാണ്? ആദാം, ശേത്ത, ഏനോസ്, കേനാൻ, മഹ്ലേൽ, യാരദ്, മധുസലേക്ക്, ഹാനോക്ക്, ലാമക്ക്, നോഹ. 10 തലമുറ. 10ാം തലമുറയായപ്പോൾ ദൈവം എന്തെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയ, ദൈവത്തെ വിശ്വസിക്കാത്ത ആ ജനതയെ ദൈവം ജലപ്രളയം കൊണ്ട് ദൈവം ഒരു നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ അവിടെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ ദൈവം എന്തെടുത്തു? ദൈവം ആ ജനതയെ ദൈവം നശിപ്പിക്കുക. കാരണം ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തെ നിഷേധിക്കുന്ന ആ ജനത്തെ അവർ ബോധിച്ച രീതിയിലാണ് പ്രിയമുള്ളവരെ അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. ദൈവം അവരെ ജലപ്രളയത്താൽ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്ത് ദൈവം എന്തെടുത്തു? അവരെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക. ഈ യുഗത്തെ അറിയപ്പെടുന്നതാണ് പ്രിയമുള്ളവരെ മനസാക്ഷി യുഗം. ശേഷം നാം കാണുന്നത് പ്രിയമുള്ളവർ ബാബേൽ കോട്ടയുടെ നിർമ്മാണമാണ്. ബാബേൽ കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം പ്രിയമുള്ളവരെ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നവരെയുള്ള ഒരു യുഗമുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തെ മനുഷ്യ ഭരണ യുഗം എന്നാണ് വിളിക്കുന്നത്. മനുഷ്യ ഭരണ യുഗം. ബാബേൽ കോട്ടയുടെ നിർമ്മാണം മുതൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ആ കാലഘട്ടം വരെയുള്ള സമയം. പിന്നീട് നാം കാണുന്നത് അബ്രഹാമിനെ വിളിച്ചത് മുതൽ ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ദൈവം ഇസ്രായേൽ ജനതയെ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ മോചിപ്പിച്ച് ഇസ്രായേലിന് ഇറക്കിക്കൊണ്ടുവരുന്ന ആ ഒരു ഭാഗമുണ്ട്, ആ കാലഘട്ടം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തെ വാഗ്ദത്ത യുഗം എന്നാണ് അറിയപ്പെടുന്നത്. വാഗ്ദത്ത യുഗം, ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്, വാഗ്ദത്ത യുഗം എന്നാണ് ഈ യുഗത്തെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ അറിയപ്പെടുന്ന 1500 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ബിബ്ലിക്കൽ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്ന പ്രിയമുള്ളവർ, അതാണ് ന്യായപ്രമാണ യുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ലോസ്, ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത്. തീർന്നില്ല. അത് കഴിഞ്ഞ് പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? അതാണ് പീരിയഡ് ഓഫ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, അതായത് കൃപയുടെ പ്രമാണം, സഭാ കാലഘട്ടം, സഭയുടെ യുഗം എന്നറിയപ്പെടുന്നത്. ഇവിടെ യേശുവിന്റെ പുനരുത്ഥാനം മുതൽ ക്രിസ്തുവിന്റെ 2ാം വരവോടുകൂടി അവിടെ കാണുന്ന അർമഗദ്ദോൻ യുദ്ധം വരെയുള്ള ഒരു പീരീഡ് ഉണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടം വരെയും പ്രിയമുള്ളവരെ ഈ യുഗം നീണ്ടുപോവുകയാണ്. ചിലർ വരയ്ക്കുന്ന ഇപ്പം യുഗം നാളെ കൊണ്ട് അവസാനിക്കും, നാളെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. കാരണം ഇത് കൃപയുടെ കാലഘട്ടമാണ്. ഇവിടെ ജാതികളാകുന്ന വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവ്